രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനത്ത് വനിതാ നേതാക്കളെ പരിഗണിക്കാൻ കോൺഗ്രസിൽ ആലോചന. അരിത ബാബു, ഡോക്ടർ സോയ ജോസഫ് എന്നിവരുടെ പേരുകൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് വിവരം. അതേസമയം KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും MK രാഘവനും യൂത്ത് കോൺഗ്രസ് നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ആലോചനകൾ? ആരെത്തും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക്? ഉമേഷ്, ഇതിൽ ഉന്മേഷ് ആദ്യം ഇതിലൊരു മാനദണ്ഡം നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് ഇലക്റ്റഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ്. ഇനി അത് ഇലക്റ്റഡ് പ്രസിഡന്റ് എന്ന നില മാറ്റി നോമിനേറ്റഡ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വരണമെങ്കിൽ ആദ്യ തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കണം. അത്തരത്തിൽ നോമിനേറ്റഡ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവിധ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനം വനിതാ സ്ഥാനാർത്ഥികളാണ്. വനിതാ പ്രസിഡന്റ് പദവി നൽകി ഈ ഒരു നാണക്കേടിൽ നിന്ന് തലയൂരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായി വൈസ് പ്രസിഡന്റായ അരിത ബാബുവിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. ഒപ്പം സോയയുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി കഴിഞ്ഞ ഇലക്റ്റഡ് സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടാമത് വന്ന ആളാണ് അബിൻ വർക്കി. അബിൻ വർക്കി ഒരു സ്വാഭാവിക നീതി എന്ന നിലയിൽ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള ആവശ്യം സജീവമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ അബിൻ വർക്കി ഒരു ഐ ഗ്രൂപ്പിലെ ഏറ്റവും സുപ്രധാന നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ പൂർണ്ണ പിന്തുണയുള്ള നേതാവാണ്. ഒരുപക്ഷെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം സാമുദായിക പരിഗണനകൾ കൂടി പരിഗണിച്ചാൽ ഒരുപക്ഷെ അബിൻ വർക്കിയുടെ സാധ്യത കുറയുന്നുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൂടാതെ കേന്ദ്ര നേതൃത്വം ഒരു നോമിനേറ്റഡ് പ്രസിഡന്റിനെ നിയോഗിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും സാധ്യത കൂടുതൽ ബിനു ചുള്ളിയിലാണ്. ബിനു ചുള്ളിയിൽ KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. ആ സാഹചര്യത്തിൽ ബിനു ചുള്ളിയിലിനെ ഒരു പക്ഷേ നോമിനേറ്റഡ് പ്രസിഡന്റായി എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നേരത്തെ കേന്ദ്ര സെക്രട്ടറി ആയി പരിഗണിക്കുമെന്നെല്ലാം ഉണ്ടായിരുന്ന KM അഭിജിത്ത് പക്ഷേ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിയില്ല. ആ സാഹചര്യത്തിൽ കൂടി KM അഭിജിത്തിന്റെ പേര് പരിഗണിക്കണമെന്നുള്ള ആവശ്യം പ്രത്യേകിച്ച് കോഴിക്കോട് MP MK രാഘവൻ അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KM അഭിജിത്തിനെ കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പമാണ് OK ജിനീഷ് ഒരു സാമുദായിക പരിഗണന വരികയാണെങ്കിൽ ഒരു ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജിനീഷിന്റെ പേരും വരാൻ സാധ്യതയുണ്ട്. ഈ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും നേതൃത്വം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പരിഗണനകൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന് പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ അഭിപ്രായത്തിന് സാധ്യത കൂടുതലാണ്. എന്തായാലും കൂടുതൽ വൈകാതെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കും. അത് നോമിനേറ്റഡ് വേണമോ അതോ മുൻ ഇലക്റ്റഡ് എന്ന രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകണമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. എന്തായാലും നോമിനേറ്റഡ് ആവാനാണ് സാധ്യത കൂടുതൽ. ഉന്മേഷ്.